ലോകത്തെ മികച്ച ചലച്ചിത്രമേളകളിൽ ഒന്നാണ് ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന ബെർലിനാൽ. ഈ ചലച്ചിത്രമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശസ്ത ഫിലിം മേക്കർ വിം വെൻഡേഴ്സ് ആണ് ഇത്തവണത്തെ കോമ്പറ്റീഷൻ ജൂറി പ്രസിഡന്റ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹത്തിന്റെയും ബെർലിനാലയുടെയും സകല ശോഭയും കെടുത്തിക്കളയുന്ന പ്രസ്താവന. We have to stay out of politics because if we made movies that are dedicatedly political, we enter the field of politics, but we are the counterweight to politics. കോമ്പറ്റീഷൻ ജൂറിയുടെ പ്രസ് മീറ്റ്. ഗാസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രയേലിനെ ജർമ്മനി പിന്തുണയ്ക്കുന്നത് സംബന്ധിച്ച് വിം വെൻഡേഴ്സിന് നേരെ ഒരു ചോദ്യം ഉയരുന്നു. അതിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. സിനിമകൾക്ക് ലോകത്തെ മാറ്റാൻ കഴിയും, എന്നാൽ അത് രാഷ്ട്രീയമായ രീതിയിലല്ല. ഒരു സിനിമയും ഇതുവരെ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ചിന്താഗതി മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ വിം, വംശഹത്യകൾ നടക്കുന്ന വേറെയും നിരവധി യുദ്ധങ്ങളുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല എന്നും കൂട്ടിച്ചേർത്തു. അതായത് ഗാസയെ പറ്റിയുള്ള സംസാരം വേണ്ട എന്ന് സാരം. ഈ ചോദ്യം ഉന്നയിച്ച ആൾക്ക് അത് പൂർത്തീകരിക്കാൻ അവസരം കിട്ടിയില്ല. പ്രസ് മീറ്റിന്റെ ലൈവ് സ്ട്രീമിംഗ് അപ്രതീക്ഷിതമായ ചില സാങ്കേതിക തകരാറുകൾ കാരണം തടസ്സം. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ബെർലിനാലെ ഇസ്രയേലിനെ വെള്ള പൂശുന്നു, ഗാസയെ പറ്റിയുള്ള ശബ്ദങ്ങളെ സെൻസർ ചെയ്യുന്നു എന്ന് ആരോപണം ഉയർന്നു. ആർട്ടിസ്റ്റുകൾ തങ്ങളുടേതായ രീതിയിൽ പ്രതിഷേധം അറിയിച്ചു. ബെർലിനാലയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി അരുന്ധതി റോയ് പ്രഖ്യാപിച്ചു. മേളയുടെ ക്ലാസിക് വിഭാഗത്തിൽ അരുന്ധതിയുടെ ഇൻ വിച്ച് ആനി ഗീവ് ഇറ്റ് ദോസ് വൺസ് എന്ന ചിത്രം പ്രദർശിപ്പിക്കാനിരിക്കെയാണ് ഈ തീരുമാനം. പിന്നാലെ മറ്റു പലരും പ്രതിഷേധം അറിയിച്ചു. ഓസ്കാർ ജേതാക്കളായ ഹാബി ബർദേയും ടിൽഡ സ്വിൻഡൺ എന്നിവരുൾപ്പെടെ ചലച്ചിത്ര മേഖലയിലെ 80-ലധികം പ്രമുഖർ സംയുക്ത പ്രസ്താവന ഇറക്കി. ഗാസ വിഷയത്തിൽ ചലച്ചിത്രമേള പുലർത്തുന്ന മൗനത്തെ അവർ രൂക്ഷമായി വിമർശിച്ചു. പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയെ എതിർക്കുന്ന കലാകാരന്മാരെ സെൻസർ ചെയ്യുന്നതിൽ ചലച്ചിത്രമേളയ്ക്ക് പങ്കുണ്ടെന്നതിൽ തങ്ങൾ അങ്ങേയറ്റം നിരാശരാണെന്ന് അവർ പറഞ്ഞു.